ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏർപ്പെടുന്ന ഏറ്റവും പ്രധാന പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും, അത് വായനയാണ്. കാരണം വായനയാണ് നമ്മളെ കൂടുതൽ സമ്പന്നരാക്കി മാറ്റുന്നത്, അറിവിൽ സമ്പന്നരാക്കി മാറ്റുന്നത്. ഞാൻ എൻ്റെ വായന. ഇന്ന് ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ VP ജോയ് IAS. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, യു ഷുഡ് ലിവ് ആസ് ഇഫ് യു ആർ ഗോയിങ് ടു ഡൈ ടുമോറോ, ബട്ട് യു ഷുഡ് ലേൺ ആസ് ഇഫ് യു വിൽ ലിവ് ഫോർ എവർ. അതായത് നാളെ മരിക്കും എന്ന മാതിരി ഇന്ന് ജീവിക്കണം, പക്ഷേ ഒരു കാലത്തും മരിക്കുകയില്ല എന്ന മാതിരി വായിക്കണം. അപ്പോൾ അതുകൊണ്ട് വായന വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ വ്യക്തികൾക്കും. പക്ഷേ വായനയുടെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വായനയ്ക്ക് സെലക്ട് ചെയ്യുന്ന പുസ്തകങ്ങൾ അത് വളരെ സൂക്ഷ്മമായിട്ട് സെലക്ട് ചെയ്യേണ്ടതാണ്. വായന എന്ന് പറയുമ്പോൾ എല്ലാവരും ധരിക്കുന്നത് നമുക്ക് വഴിയെ എന്തെങ്കിലും പോകുന്ന വഴിക്ക് ഒരു പുസ്തകം കണ്ട് അത് വായിക്കുക, പിന്നെ വേറൊരു പുസ്തകം നമ്മുടെ വഴി വന്ന് അത് വായിക്കുക, നമ്മുടെ വഴിയെ വരുന്നത് വായിക്കുക എന്നുള്ള ഒരു രീതിയാണ് എല്ലാവരും ധരിക്കുന്നത്. അത് തികച്ചും തെറ്റായ ഒരു രീതിയാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരാൾ ജീവിതകാലം മുഴുവൻ എടുത്താലും അയാൾ വളരെ നല്ല വായനക്കാരനാണെങ്കിലും ഒരു കുറച്ച് 1000 പുസ്തകങ്ങളെ വായിക്കാൻ സമയമുള്ളൂ. ലോകത്തിലാണെങ്കിൽ കോടാനുകോടി പുസ്തകങ്ങളുണ്ട് താനും. അപ്പം അതിൽ ഒരു കുറച്ച് 1000 മാത്രമേ ഒരു ജീവിതകാലം കൊണ്ട് ഒരാൾക്ക് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഏത് പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത് എന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് തിരഞ്ഞെടുത്ത് തന്നെ വായിക്കണം. കാരണം ഈ സമൂഹത്തിൽ നമ്മൾക്ക് വായിക്കാൻ ഏറ്റവും നല്ലതെന്ത് എന്ന തീരുമാനം അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാൻ പാടില്ല. കാരണം മറ്റുള്ളവർക്ക് അതിലൊരു താല്പര്യമില്ല. മറ്റുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം അവരുടെ താല്പര്യം നമ്മളിൽ എങ്ങനെയെങ്കിലും അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഈ കമേഴ്ഷ്യലായിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ താല്പര്യം. അപ്പോൾ ഒരു വ്യക്തിയുടെ വായന ശരിയാവണമെങ്കിൽ ആ വ്യക്തി ബുദ്ധിപൂർവ്വം തിരഞ്ഞെടുക്കുക, വായിക്കുക. അതുകൊണ്ട് സ്കൂളുകളിൽ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കണതിനെക്കുറിച്ചാണ്. ഇപ്പം കുട്ടികളോടെല്ലാം സ്കൂളുകളിൽ നിങ്ങൾ വായിക്കൂ എന്ന് പറയുകയാണ്. എന്താ വായിക്കേണ്ടതെന്ന് പറയുന്നില്ല. ഈ വായിക്കാൻ പറയുന്നതിൽ കൂടുതൽ പറയേണ്ടത്, അവരെ പഠിപ്പിക്കേണ്ടത് തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? ഈ ഓരോ വ്യക്തികൾക്കും അവർക്ക് വായിക്കേണ്ട മേഖലകൾ വ്യത്യാസമായിരിക്കും തീർച്ചയായിട്ടും. കാരണം അവർക്കിടെ ഇൻട്രസ്റ്റുള്ള മേഖലകളാണ് അവർ വായിക്കുന്നത്. എനിക്ക് ചെറുപ്പത്തിൽ കവിതകളോട് വളരെ ഇഷ്ടം. അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി എൻ്റെ ഗ്രാമത്തിൻ്റെ അടുത്തുള്ള ഈ ലൈബ്രറി, ഗ്രാമീണ വായനശാലകൾ മുഴുവൻ ഞാൻ പോയിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. ഒരു 5 വായനശാലകളെങ്കിലും. അവിടെ പോയിട്ട് എപ്പോഴും തിരയുന്നത് കവിതകളായിരിക്കും. അപ്പം ഞാൻ അന്നത്തെ പ്രധാനപ്പെട്ട കവികളുടെ പല കവിതകൾ എടുക്കുക, അത് വായിക്കുക. വായിക്കുന്നതിൻ്റെ കൂടെ അത് ഹൃദിസ്ഥമാകും. ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് ആദ്യം എൻ്റെ പുസ്തകത്തിലെ കവിതകളൊക്കെ വായിച്ചു. അതൊക്കെ വായിച്ചപ്പോൾ അത് മിക്കവാറും എല്ലാം വായിച്ചു കഴിഞ്ഞു. അത് സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് മുമ്പാണ്. പുസ്തകം കിട്ടി ആദ്യമേ വായിക്കും. അങ്ങനെ വായിച്ച് അത് പലതും മനപ്പാടമൊക്കെ ആയി. അങ്ങനെ കഴിഞ്ഞപ്പോൾ അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ സഹോദരി അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ മലയാളം അതിൻ്റെ പുസ്തകം എടുത്ത് അതിലെ കവിതകൾ വായിച്ചു. അതും കുറേ ഹൃദയസ്ഥമായി. അന്നത്തെ കാലത്ത് 10ാം ക്ലാസ്സിലുള്ള ഒരു കവിതയാണ് ഈ പ്രേമസംഗീതം, ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം എന്ന കവിത. ആ കവിത ഇന്നും എനിക്ക് ഹൃദയസ്ഥമാണ്. കാരണം അത് എത്ര മനോഹരമായൊരു കവിതയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു വിദ്യാർത്ഥിക്ക് ഏത് മൂല്യങ്ങൾ എല്ലാം വേണം എന്ന് നമുക്ക് സങ്കല്പിക്കാമോ, ആ മൂല്യങ്ങളെല്ലാം ഈ ഒരൊറ്റ കവിതയിലുണ്ട്. അത് ശരിക്ക് വായിച്ച് ഹൃദയസ്ഥമാക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ്റെ സാഹിത്യാഭിരുചി വർദ്ധിപ്പിക്കൽ മാത്രമല്ല, അവൻ്റെ സംഗീത അല്ലെങ്കിൽ താളബോധം വർദ്ധിപ്പിക്കൽ മാത്രമല്ല, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന വലിയൊരു കാൽവയ്പ് കൂടി ആ കുട്ടി നടത്തിയിരിക്കും. സമൂഹത്തെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവന് കിട്ടും അത് വായിച്ചാൽ, ആ ഒറ്റ കവിത പഠിച്ചാൽ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കവിതയ്ക്ക് അങ്ങനെ വളരെ വലിയ ഒരു സ്വാധീനം നമുക്ക് ജീവിതത്തിൽ ചെലുത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എനിക്ക്, ഞാൻ പറഞ്ഞ പോലെ ഈ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ മിക്കവാറും അന്നത്തെ കവിതകളെല്ലാം ഞാൻ പുസ്തകങ്ങളെല്ലാം തേടി പിടിച്ച് വായിക്കാനിടയായത്. അന്ന് പ്രധാനമായിട്ടിപ്പോൾ
ജി ശങ്കരക്കുറുപ്പ് അല്ലെങ്കിൽ കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കവികളാണല്ലോ അന്ന് കൂടുതലുള്ളത്. സുഗതകുമാരി, ഇവരുടെ എല്ലാം കവിതകൾ വായിക്കാനിടയായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം എനിക്ക് വലിയ താല്പര്യം വന്നൊരു മേഖല ശാസ്ത്രമാണ്. പിന്നെ അന്നത്തെ കാലത്ത് നോവലുകൾ, അതും വലിയൊരു ഹരമായിരുന്നു. സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കാലത്ത് നോവലുകൾ, കഥകൾ, ഇത് വായിക്കുക, അതും വലിയ താല്പര്യമുള്ള മേഖലയായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് കവിതയായിരുന്നു എപ്പോഴും ഒന്നാമത്. അതിനുശേഷമാണ് നോവലിലുള്ള താല്പര്യം ഉണ്ടായിരുന്നത്. എങ്കിലും അന്നത്തെ പ്രധാനപ്പെട്ട നോവലുകളെല്ലാം മിക്കവാറും എല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നീടും ഇതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിക്കും. പിന്നെ ശാസ്ത്രത്തിൻ്റെ മേഖലകൾ എനിക്ക് വലിയ താല്പര്യം വന്നു. അതും വളരെ ഇൻട്രസ്റ്റ് വന്നു, പ്രത്യേകിച്ച് ഗണിതവും ഫിസിക്സ് പോലുള്ള ശാസ്ത്രവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകിച്ച് അതിൻ്റെ ചില മേഖലകൾ, ഇപ്പോൾ ഈ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നൊരു മേഖല, അത് തത്വശാസ്ത്രമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഞാനിങ്ങനെ വളർന്നു വന്നതനുസരിച്ച് ഈ തത്വശാസ്ത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് വെസ്റ്റേൺ ഫിലോസഫിയുടെ ധാരാളം വായിച്ചു. ആ വെസ്റ്റേൺ ഫിലോസഫിയായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താവുന്നതായതുകൊണ്ട് ഫിസിക്സ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ ശാസ്ത്രം, തത്വശാസ്ത്രം, പിന്നെ ഇതുപോലെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസോ എക്കണോമിക്സ്, ലോ, ഇങ്ങനെ പല വൈജ്ഞാനിക വിഷയങ്ങൾ പഠിക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. മാനേജ്മെൻറ്റൊക്കെ അതൊക്കെ വായിച്ചിട്ടുണ്ട്, അതിൻ്റെ ധാരാളം പുസ്തകങ്ങൾ. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു വീക്ഷണകോണിൽ നിന്ന് ഏറ്റവും നല്ലത് എന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളാണ് ഞാൻ വായിക്കാൻ ശ്രമിക്കുന്നത്. അത് ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഇഷ്ടമുള്ള ഇതുപോലുള്ള കവിതകൾ, അല്ലെങ്കിൽ തത്വശാസ്ത്രം, അല്ലെങ്കിൽ ഫിസിക്സ്, സയൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷേ എല്ലാ വ്യക്തികൾക്കും ഇതേ ഇൻട്രസ്റ്റ് വേണമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ പറ്റുകയുമില്ല. ഓരോ വ്യക്തിയും ആ വ്യക്തികളുടെ ഏറ്റവും ഇൻട്രസ്റ്റ് അവർക്ക് അവരുടെ സർഗാത്മകത വളർത്തുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ അവരുടെ ചിന്താശേഷിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നതോ ആയ പുസ്തകങ്ങൾ എന്തായാലും അവർ സെലക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അവർ അത് അറിയാവുന്ന, അത് വായിക്കുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി ഏതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അത് കണ്ടുപിടിച്ച് വായിക്കാൻ. അങ്ങനെ വായിച്ചാൽ മാത്രമേ നമുക്ക് വായന കൊണ്ട് യഥാർത്ഥത്തിലുള്ളൊരു പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നെനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ വായിച്ച ഏറ്റവും സ്വാധീനിച്ച ഒരു പുസ്തകം മാൻസ് സെർച്ച് ഫോർ മീനിങ് എന്നൊരു പുസ്തകമുണ്ട്. വിക്ടർ ഫ്രാങ്കിൾ എഴുതിയതാണ് മാൻസ് സെർച്ച് ഫോർ മീനിങ്. അത് 1946 പ്രസിദ്ധീകരിച്ചതാണ്. അത് ഈ നാസി തടങ്കൽ പാളയത്തിൽ പെട്ട ഒരു വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അവിടെ നിന്ന് പുറത്തു വന്നതിന് ശേഷം എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെ കൊല്ലപ്പെട്ടു. അത് പുറത്തു വന്നതിന് ശേഷം ഈ ഭീകരമായ അനുഭവം ഉണ്ടായിട്ട് അപ്പോൾ ജീവിതത്തിനെ പിന്നെ എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന രീതിയിൽ തത്വശാസ്ത്രപരമായിട്ട് മനഃശാസ്ത്രപരമായിട്ട് ജീവിതത്തിനെ നോക്കിക്കാണുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അദ്ദേഹം അതിൽ കണ്ടുപിടിച്ചു, അതിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഈ ഹോപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ ഏത് സാഹചര്യത്തിലാണെങ്കിലും ആ സാഹചര്യം അയാളുടെ നിയന്ത്രണത്തിലല്ല. സാഹചര്യം അവിടെയുണ്ട്, പക്ഷേ ആ സാഹചര്യത്തിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിലാണ്. ആ സ്വാതന്ത്ര്യം മനുഷ്യനിൽ നിന്ന് എടുത്തു കളയാൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നതിൻ്റെ സ്വാതന്ത്ര്യമാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട് ഡെസ്പെയർ, ഈ നിരാശ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സഫറിങ് മൈനസ് മീനിങ് എന്നാണ്. അപ്പോൾ മനുഷ്യന് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സഫറിങ്, കഷ്ടതയിൽ നിന്ന് ജീവിതത്തിൽ ആ വ്യക്തി കാണുന്ന അർത്ഥം കുറച്ച് കഴിഞ്ഞാൽ അതാണ് നിരാശ. അപ്പോൾ ഈ അർത്ഥം, ജീവിതത്തിനെക്കുറിച്ച് ഒരു വ്യക്തി കാണുന്ന ആ അർത്ഥം, അത് ആ കഷ്ടതയേക്കാളും കൂടുതൽ നിർത്താൻ സാധിക്കുന്നെങ്കിൽ നിരാശയില്ല, ജീവിതത്തിൽ ഒരിക്കലും നിരാശ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്? ഏത് രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണുമ്പോഴാണ് അതിന് അർത്ഥമുള്ളതായിട്ട് തോന്നുന്നത്? എങ്ങനെയാണ് അതുവഴി നമുക്ക് ജീവിതം കൂടുതൽ സന്തോഷമുള്ളതാക്കാനായിട്ട് സാധിക്കുന്നത്? ഇതെല്ലാം പ്രചോദിപ്പിക്കാവുന്ന ഒരു പുസ്തകമാണ് ഈ മാൻസ് സെർച്ച് ഫോർ മീനിങ്. അതുപോലെ ഇപ്പോൾ ശാസ്ത്രത്തിൽ അതുപോലെ പുസ്തകങ്ങൾ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറയുന്നൊരു പുസ്തകം സ്റ്റീഫൻ ഹോക്കിംഗ് എഴുതിയ പുസ്തകമാണ്, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം. അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിലെ പല പുസ്തകങ്ങൾ,
വളരെ വളരെ മനോഹരമായ ധാരാളം പുസ്തകങ്ങൾ തത്വശാസ്ത്രത്തിൽ ഉണ്ട്. ഇതൊക്കെ ഉണ്ട്. പിന്നെ അത് കവിതകളെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിതകളായിട്ട് തോന്നിയിരിക്കുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ കവിതകളാണെങ്കിൽ കുമാരനാശാൻ്റെ കവിതകൾ എല്ലാം, ഖണ്ഡകാവ്യങ്ങളെല്ലാം വളരെ വളരെ മനോഹരമാണ്, ആശയസമ്പുഷ്ടമാണ്. അതെല്ലാവരും വളരെ വായിക്കേണ്ടതാണ്. ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതകൾ വളരെ വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ വൈലോപ്പിള്ളിയുടെ കവിതകൾ വളരെ മനോഹരമാണ്. ഇടശ്ശേരിയുടെ കവിതകൾ ഒക്കെ വളരെ ഈ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിലെ മലയാള സാഹിത്യത്തിലെ കവിതകളിൽ വളരെ ഉത്കൃഷ്ടമായ കവിതകളുടെ ഒരു ശേഖരം തന്നെ നമുക്കുണ്ട്. അതെല്ലാം നമുക്ക് വായനയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ നല്ല നോവലുകൾ, അത് മലയാള സാഹിത്യത്തിൽ അന്നും ഇന്നും എന്നും ഒക്കെ വളരെ സർഗാത്മകതയുള്ള ധാരാളം എഴുത്തുകാരുണ്ട്. അത് നോവലുകളിലാണെങ്കിലും കവിതകളിലാണെങ്കിലും അവരെല്ലാം വളരെ മനോഹരമായ ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ രചിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അതിലേറ്റവും നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് വായിക്കുന്ന ഒരു വ്യക്തിയുടെ വായനാശീലം ആ വ്യക്തിക്ക് വളരെയധികം അത് ജീവിതത്തിൽ പ്രയോജനകരമാകുമെന്നതിന് ഒരു സംശയമില്ല. ഞാൻ എൻ്റെ വായന. ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ VP ജോയ് IAS. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.